ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിവോ ലോഞ്ച് ചെയ്ത അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ വിവോ S15 അൺബോക്സിങ് വീഡിയോ ആണ്. ഇതൊരു ഇനീഷ്യൽ റിവ്യൂ വീഡിയോ അല്ല, മറിച്ച് ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഓൾറെഡി ഗാഡ്ജറ്റ്സ് നൗവിൽ ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 22,000 രൂപയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റഡ് സ്പെസിഫിക്കേഷൻസും അൺബോക്സിംഗ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ, അതായത് വിവോ S15 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഇന്ത്യയിലേക്ക് വിവോ V25 ആയിട്ട് റീബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൻ്റെ പ്രോ വെർഷൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വീഡിയോയും റിവ്യൂ വീഡിയോയും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ആ വീഡിയോ കാണാത്തവർക്ക് ഇപ്പോൾ തന്നെ പോയി കാണാവുന്നതാണ്. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോയുടെ V25. സ്മാർട്ട് ഫോൺ മാറ്റി വെച്ചതിന് ശേഷം ബോക്സിനകത്ത് ഇനി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ചാർജർ കാണാനായിട്ട് പറ്റും. ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു 66 വാട്ട്സിൻ്റെ ചാർജറാണ്. 18 മിനിറ്റ് കൊണ്ട് 50% കയറുന്ന ഒരു ചാർജറാണ് നമുക്ക് ബോക്സിനകത്ത് കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ സിലിക്കൺ കേസും അതോടൊപ്പം നമ്മുടെ ഡാറ്റ കേബിളും പിന്നെ നമ്മുടെ കുറച്ച് ബുക്കും ഡോക്യുമെൻറ്റേഷനും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, നമ്മൾ എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോയുടെ V25 അഥവാ വിവോയുടെ S15 എന്ന് പറയുന്ന ചൈനയിൽ ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ഒരു സെയിം സ്മാർട്ട് ഫോണാണ് ജസ്റ്റ് ഒന്ന് റീബ്രാൻഡ് ചെയ്ത് സോഫ്റ്റ്വെയർ ഫൺ ടച്ച് ഓയിസിലോട്ട് ആക്കിയതിന് ശേഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ. ഒരു ഗോൾഡ് കളർ ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലാക്കും ബ്ലൂവും യെല്ലോ കളറും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് എഡിഷൻ, അതായത് കറൻ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കളർ, അതായത് ഒരു ഗോൾഡ് കളർ മാത്രമാണ് ഇപ്പോൾ കറൻ്റ് അവൈലബിൾ ആയിട്ട് ചൈനയിലുള്ളത്. ഇന്ത്യയിലേക്കും ഈ ഒരു സെയിം കളറിൻ്റെ കൂടെ ബ്ലൂവും ബ്ലാക്കും കൂടെ ഉള്ളൊരു കളറും കൂടെ വരുന്നുണ്ടെന്ന് കമ്പനി തന്നെ ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ബാക്ക് ക്യാമറ നോക്കാം. വിവോ എന്ന സ്മാർട്ട് ഫോൺ പറയുമ്പോൾ ബാക്ക് ക്യാമറയാണല്ലോ ആദ്യം നോക്കുന്നത്. സോ ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. 4K 60 FPS വരെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബാക്ക് ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ക്യാമറ വെച്ച് 1080p 30 FPS നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീക്കർ ഗ്രില്ലും ടൈപ്പ് സി കൊടുക്കാനുള്ള പോർട്ടും അതോടൊപ്പം മുകളിലായിട്ട് നമ്മുടെ സെക്കൻഡറി മൈക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല കൊടുത്തിരിക്കുന്നത്, ഒരു സിംഗിൾ സ്പീക്കറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് നമുക്ക് വരുന്ന സൗണ്ട് നമ്മുടെ ഇയർ പീസിൽ നിന്നും ആയിരിക്കും. സോ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയ്ക്ക് പോരാന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇവിടെ നമ്മുടെ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ആവുന്നുണ്ട്. ചൈനയിൽ ഒറിജിനൽ ഓയിസ് ആണ് റൺ ആവുന്നത്. ബട്ട് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഫൺ ടച്ച് ഓയിസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വിവോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ബൂട്ടപ്പായി വരുന്നുണ്ട്. ഇത് ബൂട്ടപ്പ് ആയതിനു ശേഷം ഇതിൻ്റെ ഇനിഷ്യലായിട്ടുള്ള കുറച്ച് ഹൈലൈറ്റഡ് സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേന്ന് തന്നെ തുടങ്ങാം. ഡിസ്പ്ലേക്ക് മുന്നേ ആയിട്ട് ഇതിൻ്റെ ബോഡിയെ പറ്റി നമ്മൾ, അതായത് വെയിറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. 197 ഗ്രാമിൻ്റെ വെയിറ്റ് ആണ് വരുന്നത്. 8 mm തിക്നെസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡുവൽ നാനോ സിം സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോണാണ്. SD കാർഡിൻ്റെ സ്ലോട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്നില്ല. AMOLED ഡിസ്പ്ലേ പാനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 120 Hz റീഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടബിളുമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 1300 nits ആണ് മാക്സിമം പിക് ബ്രൈറ്റ്നസ് വരുന്നത്. ഡിസ്പ്ലേ ടോട്ടൽ ഇഞ്ചസ് വരുന്നത് 6.62 ഇഞ്ചസ് ആണ്. എന്തുകൊണ്ടോ കുറച്ചുകൂടെ സൈസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ചിൻസ് ആൻഡ് ബെസലസ് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ബ്ലാക്കിഷ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓർക്കുക, ഇത് 22,000 രൂപയ്ക്കകത്ത് വരുന്നൊരു സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗണിൻ്റെ 870 എന്ന് പറയുന്ന ഒരു 5G 7nm പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് 12 ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരാനായിട്ട് പോകുന്നത്. GPU നോക്കുകയാണെങ്കിൽ Adreno 650 ആണ്. ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റായ 64GB സ്മാർട്ട് ഫോൺ ആയിരിക്കും 22,000 രൂപയ്ക്ക് വരുന്നതെന്നാണ് കമ്പനി പറയുന്നത്. കമ്പനിയും ഒഫീഷ്യൽ ലീക്സും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോയും അൺബോക്സിങ് കൂടെ ഒന്നും കൂടി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയിൽ വരുന്നതിന് സ്മാർട്ട് ഫോൺസിൻ്റെ അൺബോക്സിങ് നമ്മുടെ ചാനൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്കിനി ഒരു അടുത്തൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് ആദിൽ സൈനിങ് ഓഫ്. ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വൺ.